ചേട്ടാ നമസ്കാരം. ചേട്ടോ ഹലോ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ശ്രീധരൻ. ശ്രീധരൻ. ഇവിടെയാണോ വീട്? പേരാമ്പ്രയാണോ? പേരാമ്പ്രയാണ്. ഓക്കെ. മാഷായിരുന്നോ? അല്ല, പൊതുവേ ഒരു ഗൗരവം. അപ്പൊ എന്താ ഇവിടുത്തെ ഒരു സാധ്യത? ഇവിടെ ശൈലജ ടീച്ചർ ജയിക്കും. ശൈലജ ടീച്ചർ സാധ്യതയുണ്ട്. മുരളീധരൻ പക്ഷെ നല്ല എം പി ആയിരുന്നില്ലേ? സിറ്റിംഗ് എം പി ആയിരുന്നില്ലേ? മുരളീധരന് രണ്ട് മനസ്സിലാണല്ലോ, ഇവിടെ നിൽക്കണോ അല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അസംബ്ലിയിൽ വോട്ടർമാർക്ക് മനസ്സിലായി തുടങ്ങി. അസംബ്ലിയിൽ നിൽക്കണം എന്നുള്ള രൂപത്തില് അസംബ്ലിയിലായാലും മന്ത്രി മറ്റേ അങ്ങനെ നാട് കടത്തിയല്ലോ. ഓ, അങ്ങനെ ഒരു സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം വൈകുന്നത് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു നാളത്തോടുകൂടി പട്ടിക പുറത്തു വരും അല്ലേ? അല്ലേ? ഈ ശൈലജ ടീച്ചർ മന്ത്രി എന്ന നിലയിൽ നന്നായി പ്രവർത്തിച്ചു ഇവിടെ. അല്ല, അങ്ങനെ പറഞ്ഞൂടാ, അത് അങ്ങനെ പറയാൻ പറ്റില്ല. അത് അവിടുന്ന് തീരുമാനിക്കുന്നല്ലേ. പക്ഷെ ട്രെൻഡ് ഉണ്ട് അല്ലേ? രണ്ട് രീതിയിലും ട്രെൻഡ് ഉണ്ടോ അതോ ആണോ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ടി പി വധക്കേസൊക്കെ ഇവിടെ ചർച്ചയാവും. ടി പി വധക്കേസ് ചർച്ചയാവോ ഇവിടെ? അതൊന്നും അതല്ല, ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോരുത്തർ സംഭവിക്കുന്നതാ. അത്രേ ഉള്ളൂ. അത് പാർട്ടി എന്ന് പറഞ്ഞൂടാ. നിങ്ങളിപ്പോ ഞാനിപ്പോ എന്റെ പിന്നിൽ ആളുണ്ടാവും, എന്നോട് സ്നേഹിക്കുന്ന ആളുണ്ടാവും. അവര് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതിന് പാർട്ടി നമുക്ക് പെടുത്താൻ കഴിയില്ല. ഇല്ല, അതങ്ങനെ പല സ്ഥലത്തും സംഭവിക്കും, ഉണ്ടാവും. അപ്പൊ അതൊന്നും ചർച്ചാ വിഷയമാവില്ല. ഇല്ല. ഈ പെൻഷൻ കിട്ടാത്ത പ്രശ്നമാവൂ? പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കേന്ദ്രം വീതം കൊടുക്കുന്നില്ലല്ലോ കാര്യമായിട്ട്. പണ്ടെല്ലാം നമ്മൾ ഇവിടുന്ന് വരുന്നതാണല്ലോ, നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് ഇപ്പം GST അല്ലേ, ഇപ്പൊ നേരിട്ട് അങ്ങ് പോകുന്നുണ്ട്. അപ്പൊ അവരെ ഓച്ചാഞ്ച് നിൽക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാ ഇപ്പൊ മാറുന്നത്. കാര്യമായുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ജനങ്ങൾക്ക്. ഓക്കെ. അപ്പോ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം എന്താണെന്ന് വടകരയിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടന്റെ പേരെന്തായിരുന്നു? ശ്രീധരൻ ചേട്ടൻ പറയുന്നത്. എവിടെയാ എന്താ ജോലി ചെയ്തിരുന്നേ? ബിൽഡിങ്ങിന്റെ പണിയായിരുന്നു. ഇപ്പോഴും വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്? അത്യാവശ്യം. ഇപ്പൊ നല്ല ചൂടല്ലേ? 72 വയസ്സായി. 72 വയസ്സായിട്ട് ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട്. ഓക്കെ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളെ രണ്ടാള് ഗൾഫിലാണ്. എന്തായാലും പണിക്കൊക്കെ പോകും അല്ലേ? ഓക്കെ, വണ്ടർഫുൾ. നോക്കൂ, 72 വയസ്സായി, നല്ല ചൂടുണ്ട്. ഇപ്പോഴും ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ആ വർക്കുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. അതൊക്കെ അല്ലേ, റിട്ടയർമെന്റ് ഇല്ല ലൈഫിൽ. ഈ സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ റിട്ടയർമെന്റും പെൻഷനും ഒക്കെ ഉള്ളൂ അല്ലേ? എന്താണ് പറഞ്ഞോ. നമ്മളും ജനസേവനം തന്നെ, നാട്ടും രാവിലെ പണിക്ക് ഇറങ്ങുന്ന മയിലും മഴയൊന്നും ഇല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാരെ അതുപോലെ എഴുതി നിൽക്കുന്നത്. നമുക്ക് ഒരു 650 ഉറുപ്പ്യല്ലേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് 650 രൂപ. ഇപ്പൊ ഒരു 800-900 ഉറുപ്പ്യ ഒരു പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുണ്ട്. 8,000 ഒന്നുമല്ല, 80,000, 1 ലക്ഷം വാങ്ങുന്നവരുണ്ട്. അല്ല, അത് 80,000. അതെ, നേരെ മറിച്ച് നമുക്കൊരു 15 ഉറുപ്പ്യ കിട്ടിയില്ലെങ്കിൽ അല്ലേ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരത് കുറയ്ക്കാൻ ജനസേവനമാണ് ചെയ്യുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരും ചെയ്യുന്ന ജനസേവനമാണ്. പ്രൈവറ്റ് മേഖലയിലുള്ളവരും പലരും ചെയ്യുന്നു. സർക്കാർ അതിൽ ഇടപെട്ടാൽ സർക്കാർ നിലനിൽക്കില്ല. അതാണ് ശരിയാണ്. ഈ സർവീസ് സംഘടനകളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയത്തിൽ. പെൻഷന്റെ കാര്യത്തിൽ മിണ്ടിയാൽ തന്നെ പ്രശ്നമാണ് അല്ലേ? 5 ദിവസം ശമ്പളം മുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടു, വലിയ വാർത്തയായി, വലിയ പ്രതിഷേധമായി അല്ലേ? ചേട്ടാ നമസ്കാരം. എന്താ പേര്? ഇവിടെയാണോ? പേരാമ്പ്രയാണോ? എവിടെ വർക്ക് ചെയ്യുന്നത്? ബസ്സിലെ കണ്ടക്ടറാ? അത് കൊള്ളാലോ. ബസ്സിലെ മമ്മൂട്ടിയാണെന്ന് തോന്നുന്നു. ഇവിടെ പേരാമ്പ്ര തന്നെയാണ് സ്വദേശം. ഒന്നടുത്ത് വന്ന് പേരാമ്പ്ര തന്നെയാണ്. ഓക്കെ. എങ്ങനെയാണ് മൊത്തത്തിൽ ഇലക്ഷന്റെ ചൂട്? ചൂടൊന്നും ചൂടായി വന്നിട്ടില്ല, ചൂടായി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോ UDF-ന്റെ സ്ഥാനാർത്ഥി കൂടെ വരണം, അപ്പോഴേ ഒന്ന് ചൂടാവുള്ളൂ. ഓക്കെ. അപ്പോൾ പേരാമ്പ്ര ഇലക്ഷൻ ഇങ്ങനെ ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്തരീക്ഷത്തിന് നല്ല ചൂടുണ്ട്. പൊതുവേ ഇത്രയും വലിയ ചൂടൊന്നും ഈ പ്രദേശത്ത് അങ്ങനെ കാണാൻ ഉള്ളതല്ല. രാഷ്ട്രീയ ചൂടുണ്ട് കേട്ടോ. പക്ഷേ നമസ്കാരം ചേട്ടാ, രാവിലെ എവിടേക്കാ? സ്കൂൾ ബസ്സിൽ എന്താ ഡ്രൈവർ ആണോ? ഓക്കെ. നല്ല സുരക്ഷിതമായിട്ടല്ലേ ഓടിക്കുള്ളൂ? പതുക്കെയല്ലേ പോവുള്ളൂ? ഓക്കെ. എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു സാഹചര്യം ഇവിടെ? ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രാവശ്യം അനുകൂലമുണ്ട് ടീച്ചർ ആയതുകൊണ്ട് അല്ലേ? ശൈലജ ടീച്ചറിന്റെ വോട്ട് കിട്ടും പ്രാവശ്യം. ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ശൈലജ ടീച്ചറിന് അനുകൂലമായൊരു വികാരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പലതരം മനുഷ്യരെ നമ്മൾ കണ്ടു അല്ലേ? ഡ്രൈവർമാരുണ്ട്, സാധാ തൊഴിലാളികളുണ്ട്, ഓട്ടോ ഡ്രൈവർമാരുണ്ട്. അങ്ങനെ പേരാമ്പ്ര ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു, വളരെ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട 1-2 വാർത്തകളിലൂടെ പോകണം. ഞാൻ ഈ ജാക്കിയെ ഒന്ന് ഇടതുവശത്തേക്കാക്കട്ടെ. മണ്ഡലം ഇടത്തോട്ട് പോകുമോ വലത്തോട്ട് പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ പ്രശ്നം, ജാക്കിയെ ഇടതുവശത്തേക്ക് മാറ്റി ബസ് സ്റ്റാൻഡിൽ നിന്ന് വളരെ കുറച്ച് ട്രാഫിക് ജാം ഉണ്ടാക്കി പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ യാത്ര തുടരുക. നമ്മളിപ്പോൾ ഉള്ളത് പേരാമ്പ്രയിലാണ്.